ഹായ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ ഫസ്റ്റിൽ കണ്ടിട്ടുണ്ടാവും, ഈ ലോകത്ത് സമാധാനം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ പടച്ചോൻ ഉണ്ടാക്കി വെച്ചത് കാണണം. സത്യം പറയാം, എനിക്ക് എന്തെല്ലാം ഡിഫിക്കൽട്ടി ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. എടാ, ഇത് കാണേണ്ടത് നമ്മളുടെ ഭൂമുഖത്ത് എന്തൊക്കെയുണ്ട്. നമ്മളിങ്ങനെ നടന്നാൽ മതി, ഞാൻ കാണിച്ചു തരാം. സാധനങ്ങളൊന്നും വേറെ എവിടെ നിന്നും കിട്ടൂല. നിങ്ങൾ കാണുക, എവിടെ പോയി കാണാൻ പറ്റുമോ അവിടെ നിന്ന് കാണുക. കാരണം നാച്ചുറ പിടിച്ചാൽ കിട്ടില്ല. നാച്ചുറ നമ്മളുടെ കൺട്രോളിൽ ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന്, അത് നാച്ചുറാണ്. അത് മനുഷ്യൻ ഇന്നേ വരെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കൺട്രോൾ ചെയ്തു എന്ന് പറയും, മഴ വരുത്തിയിട്ടുണ്ടാവും, വരുത്തിയ മഴ നിർത്താൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. ഇറ്റ്സ് എ ബിഗ് പോയിന്റ്, ബിഗ് തിങ്കിങ്. നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, അതൊക്കെ കണ്ടാൽ ഏകദേശം മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. അപ്പോൾ തന്നെ നമുക്ക് തോന്നും നമ്മളൊന്നും നമ്മുടെ കൺട്രോളിലല്ലേ. അല്ല, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? ഈ നെഞ്ഞിന് എന്താ പറ്റിയ എത്ര രൂപയും പോയി മുടക്കും. അതിനി ഒരു 2 സെക്കൻഡ് ജീവൻ നീണ്ടു കിട്ടുമെങ്കിൽ അത്രയും കിട്ടാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ മനുഷ്യൻ. അപ്പോൾ കാഴ്ചകൾ കാണുക, ആസ്വദിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റുള്ള ആളാണ്. ബട്ട് മണി ഈസ് എ ബിഗ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം തന്നെയാണ്. പക്ഷേ ആ പ്രോബ്ലം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്നേ വരെ എവിടെയും പോകാതെ ഇരുന്നിട്ടൊന്നുമില്ല. കുറേ സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്തതിന് ശേഷം ഇനി ഈ അനസിന് ഇപ്പോൾ 16 വയസ്സ്. 1 കൊല്ലമായിട്ട് 2 കൊല്ലം കഴിഞ്ഞാൽ ഈ അനസ് കൂർമ്മത്തിൽ ഇങ്ങനെ ആദ്യം ചിലപ്പോൾ ഞാൻ 18 വയസ്സാകാൻ പോകുന്നതിന് മുമ്പ് ഫസ്റ്റായിട്ട് ഞാൻ പോകുന്ന സ്ഥലം കുരിശുമല, ആമസോൺ വ്യൂ പോയിൻ്റ്. എൻ്റെ ഡ്രീമിൽ ഞാനിങ്ങനെ ചിന്തിച്ച് വെച്ച ഓരോ സ്ഥലങ്ങൾ. അവിടെ പോവുക, ഒരു ടെൻ്റ് ഇടുക, ചൂടുള്ള ചായ ചായ ഇഷ്ടമല്ല, ആ ക്ലൈമറ്റിനോട് ചായ പൊരുത്തപ്പെടുമല്ലോ. നിങ്ങൾ ആലോചിക്കുക, ഇതാണ് ഭൂമുഖം. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്തെ ഞാനിപ്പോൾ നോക്കിയപ്പോൾ കണ്ടതാണ്. ഇത്രയും ഭംഗിയുണ്ട്. ഇതാ അവിടെ മല പൊട്ടിച്ചു വെച്ചു. സോ ഗൈസ്, ഇതൊരു മഹാത്ഭുതം. എത്ര നേരമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടെ ഇരുട്ടാണ്, ഈ ഭാഗത്ത് ഇരുട്ടാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, അറിയാൻ പറ്റും. ഇത് ഹസിറ്റ് അവിടെ നോക്കിയാ, അവിടെ മരത്തിൻ്റെ മേൽഭാഗം. അതായത് ഇതെൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന അത്ര ഫീലിങ്സിലൊന്നും നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റില്ല. അത് ഞാൻ ഉറപ്പ്, രജാതി സാധനം. അത് എനിക്ക് ശരിക്കും ഇത് പോയിട്ട് ഫീലിംഗ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കും. ഇന്ന് എൻ്റെ വേറെ കണ്ടൻറ്റാണ് അത്. ഇത് ഇന്നത്തെ കണ്ടൻ്റ് അല്ല. ഞാൻ വേറെ കണ്ടൻറ്റ് ഉണ്ടാക്കി കയറി വന്നപ്പോൾ പഠിച്ചതിൻ്റെ മുമ്പ് കൊണ്ടുവന്ന് ഇട്ട കണ്ടൻറ്റാണിത്. ഇത് കണ്ടൻറ്റായിട്ട് ഞാൻ പറയല്ല. എനിക്ക് അത്ര മനസ്സിന് കുളിർ തോന്നി. ഞാൻ ആദ്യമായിട്ട് എങ്ങനത്തെ കാഴ്ചയാണെന്ന്. ഒരു സൈഡ് ഇരുട്ട്, ഒരു സൈഡ് വെളിച്ചം. മഹാത്ഭുതം. ഇങ്ങനെ പറയാന്നുണ്ടെങ്കിൽ എടാ ഇതൊക്കെ കണ്ടു നോക്കടാ. പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എൻ്റെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഈ ഫോണിന് നന്നായിട്ടുണ്ടാവും. അങ്ങനെ വരുത്തണമല്ലോ, എന്തെങ്കിലല്ലേ പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ടെന്ന് പറയാനുണ്ട്. സോ ഗൈസ്, പറയാണ് മുതൽ സാധനം നമ്മൾ നാച്ചുറൽ കണ്ടാൽ ഇപ്പോൾ ആനന്ദം ഫിലിമേ ആനന്ദം തന്നെയല്ലേ. എന്തായാലും ആ സാധനത്തിൽ പറയുന്ന പോലെ എന്ന് സൂര്യ ഉദിക്കാറുണ്ട്, അസ്തമിക്കാറും. പക്ഷേ ആരും അങ്ങോട്ട് മെയിൻ്റാക്കുന്നില്ല. നമ്മളുടെ എല്ലാം നിയന്ത്രിക്കുന്നത് സൂര്യനാണെന്ന് നമുക്ക് പറയാം. 5 സെക്കൻഡ് ഈ ഭൂമുഖത്ത് ഓക്സിജൻ ഇല്ലെങ്കിൽ തീർന്നില്ലേ. 5 സെക്കൻഡ്, ഓൺലി 5 സെക്കൻഡ്സ്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സിമെൻറ്റിൽ പോലും എന്ത് കാണുന്നുണ്ട്? ഓക്സിജൻ കാണുന്നുണ്ട്. അപ്പോൾ 5 സെക്കൻഡ് ഭൂമുഖത്ത് ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞാൽ അഥവാ സിമെൻ്റ് ഇല്ല. സിമെൻറ്റ് ഉറപ്പ്, സിമെൻറ്റിൻ്റെ ഉറപ്പിന് നിന്നുള്ള സാധനമാണ്. ഓക്സിജനില്ല, സിമെൻ്റ് ഇല്ല. സിമെൻ്റ് ഇല്ല, ഈ ഭൂമുഖത്ത് ഒന്നുമില്ല. കാരണം അത്രയും വലിയ ബുർജ് ഖലീഫയാണെങ്കിലും എന്ത് തേങ്ങ മാങ്ങയാണെങ്കിലും പൊളിഞ്ഞു വിടൂലേ. ഇറ്റ്സ് ഇറ്റ്. ചിന്തിക്കുക, നമ്മളൊക്കെ എത്രയേ ഉള്ളൂ. സമാധാനം എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുക. ചിലപ്പോൾ നമ്മൾ പറയും ഈ ഭൂമുഖത്ത് എത്ര വില കൊടുത്താലും കിട്ടാത്ത സമാധാനം. നാച്ചുർ ഒരു വട്ടം പോയിട്ട് ആസ്വദിച്ചാൽ മതി, ഒരു യാത്ര നടത്തിയാൽ മതി. അന്ന് മനസ്സിലാകും നമ്മളൊന്നും ഇല്ലടാ. അത് നമുക്കിങ്ങനെ നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ആയിട്ട് നമുക്ക് തോന്നും നമുക്കേ പ്രശ്നങ്ങളുള്ളൂ, നമുക്കേ എല്ലാം ഉള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് തോന്നുക. സോ ഞാൻ പറയുകയാണെങ്കിൽ
ഈ ഭൂമുഖത്ത് കാണാനുള്ളതൊക്കെ കണ്ടിട്ടു.